ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏതറിൻ്റെ ഭാഗത്ത് നിന്ന് 2 കിടിലൻ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ വീഡിയോയിട്ട് പോകുന്ന മുന്നേയായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. നമ്മൾ ഏതർ എനർജിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ റീസെൻ്റ് അറിയാം അപ്പെക്സ് ലോഞ്ചായി. കൂടാതെ നമുക്ക് 450S വന്നിട്ടുണ്ട്. അപ്പോൾ 20,000 ഓഫറും ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല സെയിൽസാണ് ഈ മാസം നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യമായ വണ്ടി വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ എന്താ നമുക്ക് ഈ മാസം സെയിൽസ് ഫിഗേഴ്സ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മെയിൻലി ഒരു കോമ്പീറ്റ് ചെയ്യുന്നത് നമുക്കൊന്നറിയാം ബജാജും അതുപോലെ TVS ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതർ നിൽക്കുന്നത് സെയിൽസിൽ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് മേളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു അറ്റംപ്റ്റാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി തരുൺ മേത്ത ഒരു ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ വേറെ നല്ല പുതിയൊരു വണ്ടി ലോഞ്ച് ആകുകയാണ്. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് വണ്ടി ഇറക്കാൻ പോകുന്നതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തരുൺ മേത്ത ഇന്നത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേറെ നല്ല പുതിയൊരു വണ്ടി, അതായത് അതിൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നത് ഏതർ റിസ്ത എന്നാണ്. റിസ്ത എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫാമിലി ഓറിയൻറ്റഡ് വണ്ടിയാണ്. കംപ്ലീറ്റ്ലി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് TVS iQBൻ്റെ അതേപോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് നാൾ മുന്നേ പല ആൾക്കാരും ഇങ്ങനെ വീഡിയോസിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞ ചോദ്യമാണ്, അതായത് iQ ആണോ അതോ ഏതറാണോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് ഏതർ തന്നെയാണ്, iQB അല്ല. നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ iQBൻ്റെ അതേ ഹെഡ്ലൈറ്റ്സും ടെയിൽ ലാമ്പ്സും എല്ലാം സെയിം ആയിട്ട് തോന്നും, പക്ഷേ അത് ഏതറിൻ്റെ പുതിയ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ നോക്കിയാൽ തന്നെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി അത് ഏതർ ആദ്യം പറഞ്ഞത് ഡീസൽ എന്നുള്ള പേര് അനൗൺസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഒഫീഷ്യൽ ആയിരുന്നില്ല. എന്തായാലും തരുൺ മേത്ത ഇന്നത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീസൽ എന്നല്ല വണ്ടിയുടെ പേര് വന്നിട്ട് റിസ്ത എന്നാണ്. അപ്പോൾ ഏതർ റിസ്ത എന്നുള്ള പേരിലേക്ക് വണ്ടി ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഫാമിലി ഓറിയൻറ്റഡ് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ മോട്ടോർ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഏതർ 450 ആയിട്ട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഒന്ന് ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ തരുൺ മേത്ത പറഞ്ഞിട്ടില്ല. അപ്പോൾ വരാൻ പോകുന്ന ആഴ്ചകളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന പറയാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. ഇവിടെ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് വെച്ച് കഴിഞ്ഞാലും മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോ അതിന് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. നമ്മളിപ്പോൾ ഏതറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്കിപ്പോൾ ലൈനപ്പിലുള്ള 3 വണ്ടികളാണ്. ഒന്ന് ബേസിലിൻ്റെ 450Sഉം ടോപ്പ് എൻഡ് വേരിയൻ്റെ 450Xഉം അതിൻ്റെ മേളിൽ അപ്പെക്സും വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി 3 വേരിയൻ്റാണ് വണ്ടി ഇപ്പം ഏതറിനുള്ളത്. അപ്പോൾ അതിൻ്റെ എനിക്ക് ഏത് ലെവലിലെ പ്ലേസ് ചെയ്യാനുള്ളതൊന്നും ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബഡ്ജറ്റ് ഓറിയൻ്റ് വണ്ടി ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ മോട്ടോർ ഡീറ്റെയിൽസ് മേ ബി നമ്മുടെ ബെൽറ്റ് ഡ്രൈവ് മോട്ടോർ തന്നെ ആയിരിക്കണം. കാരണം ഇപ്പോൾ ഫോട്ടോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു ചെയിൻ ഗാർഡ് പോലെ കാണുന്നുണ്ട്. ആക്ച്വലി ചെയിൻ ഗാർഡില്ല, ബെൽറ്റ് ഗാർഡ് പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നല്ല കാര്യമാണ്. എനിക്ക് ആ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ എൻ്റെ ബെൽറ്റ് ഗാർഡ് തന്നെയാണ്. കാരണം നമുക്ക് പറയാം ബെൽറ്റ് എന്തുമാത്രം കോസ്റ്റ്ലി ആണെന്നറിയാം. അപ്പോൾ അതിനൊരു ഗാർഡ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം ഇപ്പോൾ നമ്മൾ സ്പോർട്ടി ലുക്ക് എന്നൊക്കെ പറഞ്ഞാലും ഏതറിൻ്റെ ബെൽറ്റ് വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിനൊരു കവർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അപ്പോൾ ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നു അതൊരു BLDC മോട്ടറായിട്ട് തോന്നുന്നില്ല. ഒരു ബെൽറ്റ് ഡ്രൈവൺ ഒരു PMSM മോട്ടർ തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എന്താ അറിയില്ല, ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്നവർക്കും വീഡിയോ ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അതായത് ആദ്യത്തെ ഒരു അപ്ഡേറ്റ്. നമ്മൾ രണ്ടാമത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സർവീസ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ആഫ്റ്റർ സെയിൽ സർവീസ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലിപ്പം ഏത് മനസ്സിലാക്കിയിട്ട് അവർ പുതിയൊരു ഫീച്ചർ കൊണ്ടുവരികയാണ്. അപ്പോൾ വേറെ നല്ല എക്സ്പ്രസ് കെയർ എന്നാണ് അതിൻ്റെ ഫീച്ചറിന് പേരിട്ടിരുന്നത്. അപ്പോൾ അത് ആഡ് ഓൺ ഫീച്ചറാണ്. നമുക്കിപ്പോൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഒരു 60 മിനിറ്റ് 1 അവറിൽ നമുക്ക് വണ്ടി സർവീസ് ചെയ്ത് പുറത്തിറക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓഫറാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ നല്ല പേരാണ് എക്സ്പ്രസ് കെയർ. അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേജർ കംപ്ലയിൻസ് ഒക്കെയാണ് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ റെഗുലർ നിങ്ങൾ പീരിയോഡിക് ചെക്കപ്പോ അല്ലെങ്കിൽ പീരിയോഡിക് മെയിൻ്റെനൻസ് ചെയ്യുന്ന ഒരു ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവൈൽ ചെയ്യാവുന്ന ഓഫറാണിത്. അപ്പോൾ അതിന് അഡീഷണൽ പേയ്മെൻ്റ് ആയിട്ട് പറയുന്നത് 150 രൂപ മുതൽ 200 രൂപ എന്നാണ് ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്ര എമൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് ഒരു സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോറിറ്റിയും കിട്ടും. വിത്തിൻ 1 അവർ നിങ്ങൾക്ക് വണ്ടി സർവീസ് ചെയ്ത് പുറത്തിറക്കാൻ പറ്റും. ഇപ്പം ഓലയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആഫ്റ്റർ സെയിൽ സർവീസിൽ ഏതൊരു ഫാർ ബെറ്റർ ആണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ തോന്നുന്നു അവർ ഇങ്ങനത്തെ കുറേ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീച്ചറാണിത്. എക്സ്പ്രസ് കെയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അപ്പം വെയിറ്റിംഗ് പീരീഡൊന്നും വേണ്ട. കാരണം കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെ ഫേസിന് കണ്ടിട്ടുണ്ട്. കാരണം ഏതറാണെങ്കിലും ശരി ഓലയാണെങ്കിലും ശരി ആഫ്റ്റർ സെയിൽ സർവീസ് വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഏതർ ഇത് പുതിയൊരു ഓഫർ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും പുതിയ മാറ്റങ്ങൾ വരട്ടെ. അപ്പോൾ അങ്ങനെ കാര്യമായ ചേഞ്ചസാണ് EV സെഗ്മെൻറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ വണ്ടികൾ വരുന്നു, പുതിയ ഓഫേഴ്സ് വരുന്നു, ടെക്നോളജീസ് വരുന്നു. അപ്പോൾ നല്ല പോസിറ്റീവ് ചേഞ്ചസാണ് കാണുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇൻഫോർമേറ്റീവ് ചെയ്യിക്കുന്നു. ഇൻഫോർമേറ്റീവ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.